Hello my dear friends, സുഖാല്ലേ എല്ലാവർക്കും. ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, 14th ഡേ ആണ്. അപ്പോൾ ഇതുവരെ സ്കിന്ന് എന്താ പറയുക, നമ്മുടെ സ്കിന്നൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കറക്റ്റായിട്ട് റുട്ടീനായിട്ട് ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യാൻ പോണത് ഒരു ഫേഷ്യലാണ്. ഇത് നമുക്ക് ഞാൻ ഈ ഇടുന്ന വീഡിയോസിലെല്ലാം നമുക്ക് സ്കിന്നിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്ന ഏതെങ്കിലും ഒരു റെമഡി സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. അതായത് ആഴ്ചയിൽ 1, 2, 3 വട്ടം നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫേഷ്യൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം 7 or 8 ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യാം. ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ഇടാൻ പോകുന്നൊരു ഫ്രൂട്ട് ഫേഷ്യലാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട് ചെയ്യാം. ഒരു 20-25 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫ്രൂട്ട് ഫേഷ്യലാണ്. അത് നമ്മൾ ചെയ്യുന്നത് ഓറഞ്ച് ഉപയോഗിച്ചിട്ടാണ്. ഓറഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, സ്കിന്നിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. നമ്മളിപ്പോൾ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും കഴിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് നമ്മളുടെ ഓറഞ്ച്. ഡെയിലി എന്നുള്ള രീതിയിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നിറം കുറവാണെന്ന് പരാതി പറയുന്ന അമ്മമാരില്ലേ, അവർക്ക് 1 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ജ്യൂസ് ആക്കിയിട്ട് കുറേശ്ശെ ഉണക്കമുന്തിരിയൊക്കെ ചേർത്തിട്ട്, ഉണക്കമുന്തിരി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഈ ഓറഞ്ച് ജ്യൂസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്, ഡെയിലി കൊടുക്കാവുന്നതാണ്. അപ്പോൾ കളർ വയ്ക്കാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഓറഞ്ച് ജ്യൂസ് ഡെയിലി കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് കഴിക്കാം, ക്യാരറ്റ് അരിഞ്ഞിട്ട് അങ്ങനെ കഴിക്കാം. അതുപോലെ തന്നെ അതുപോലെ തന്നെ കുക്കുംബറിനകത്ത് നാരങ്ങ നീരോടെ മിക്സ് ചെയ്തിട്ട് അത് കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ ABC ജ്യൂസ്, ഈ 3 ജ്യൂസും നമ്മളുടെ സ്കിൻ കളർ വളരെ ഇമ്പ്രൂവ് ചെയ്യുന്ന ജ്യൂസുകളാണ്. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മിസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ നെല്ലിക്ക വളരെ നമ്മുടെ വയറ് ക്ലീൻ ആവാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കളർ ഇമ്പ്രൂവ് ആവാനായിട്ടും വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്ക് നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്, ഒരുപാട് നല്ല. അപ്പോൾ ഇത്രയും ജ്യൂസുകളൊക്കെ നമ്മൾ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യാം. വെറുതെ നമ്മളിങ്ങനെ ക്രീം എന്തെങ്കിലും തേച്ചിട്ട് നമുക്ക് നിറം വയ്ക്കണം എന്നല്ല, അല്ലാണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ജ്യൂസുകളൊക്കെ നമ്മൾ റെമഡി ആയിട്ട് നമ്മുടെ ഒരു റുട്ടീൻ പോലെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായുള്ള റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ കളർ ഒരു 3 അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ വളരെ ചേഞ്ച് ഉണ്ടാവും. പലരും നിങ്ങളോട് ചോദിക്കാൻ തന്നെ തുടങ്ങും, എന്താണ് നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്തിരിക്കുന്നത്, വളരെ നന്നായിട്ട് ചേഞ്ച് ഉണ്ടല്ലോ എന്ന് ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്തോളുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും കയ്യിൽ കരുതേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ്. ഇത് കണ്ട, ഇത് നമ്മളുടെ ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ചിൻ്റെ തൊലി ഒരിക്കലും നമ്മൾ വേസ്റ്റാക്കി കളയരുത്. ഓറഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കും, ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി അത് ഓറഞ്ച് നമുക്ക് കിട്ടണതെല്ലാം വിഷമല്ലേ, വിഷമൊക്കെ അടിച്ചല്ലേ? സത്യമാണ്, ഓറഞ്ച് എന്ത് സാധനം ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടണത് വിഷം അടിക്കാത്ത ഒരു ഫ്രൂട്ട്സ് പോലും നമ്മുടെ വീട്ടിലുള്ള മാങ്ങ, പേരയ്ക്ക, പപ്പായ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അല്ലാണ്ട് ഒരു കാര്യവും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം. ഞാനിത് ചെയ്യണമെന്ന് വെച്ചാൽ ഓറഞ്ച് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ഈ തൊലി എടുക്കുന്ന എങ്ങനെയാണ്, അതായത് നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലി എങ്ങനെയാണ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഓറഞ്ചിൻ്റെ തൊലി ഫസ്റ്റ് ഓറഞ്ച് തന്നെ നമ്മൾ കൊണ്ടുവന്ന ഉടനെ അതോടുകൂടി തന്നെ ഞാൻ കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കും. ഒരു മണിക്കൂറോളം കുറച്ച് ആപ്പിൾ സൈഡർ വിനിഗർ ഒഴിച്ചിട്ട് അതിൽ മുക്കി വയ്ക്കും, മീൻസ് അതിലിട്ട് വയ്ക്കും. അതിന് ശേഷം 1 hour കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യും. നന്നായിട്ട് അതൊന്നും കൂടെ കഴുകിയിട്ട് റിമൂവ് ചെയ്യും. വീണ്ടും ഈ സാധനം ആപ്പിൾ സൈഡർ വിനിഗറിൽ തന്നെ നമ്മൾ ഈ തൊലി മാറ്റിയിട്ട് അതിലിട്ട് വയ്ക്കും. ആപ്പിൾ സൈഡർ വിനിഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഒരു ഡാമേജ് നമ്മുടെ സ്കിന്നിന് ഉണ്ടാക്കണമെന്നല്ല. ഇട്ട് വെച്ചിട്ട് അതിന് ശേഷമാണ് ഉണക്കിയെടുക്കണം. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് കേട്ടോ പറഞ്ഞത്. അതിന് ശേഷം വലിയ കട്ട വെയിലല്ല, ഒരു മീഡിയം വെയിലിലിട്ടിട്ട് ഉണങ്ങിയെടുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് കിട്ടും. കേട്ടോ, ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഇങ്ങനെ ശേഖരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ 1 കിലോ 2 കിലോ ഒക്കെ ഇങ്ങനെ ഒടിച്ചിട്ടുണ്ടെങ്കിൽ ടപ്പെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോരും കേട്ടോ. അതാ ഇതുണ്ട, ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഒടിഞ്ഞു പോരും. അതിന് ശേഷം നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് ഫൈൻ പൗഡറായിട്ട് എടുക്കാം.
ഇത് ആഗ്നെ പ്രോൺ സ്കിന്നിനും നമ്മുടെ സ്കിൻ വൈഡനിങ്ങിനാവട്ടെ റിങ്കിൾസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്, അതിന് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഏത് ഏജിലും യൂസ് ചെയ്യാം. അതായത് SLC ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പലരും പറയുന്നുണ്ട് നന്നായിട്ട് പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്ന്, അവർക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ സീഡ് നമ്മൾ കഴിച്ചിട്ട് തുപ്പി കളയല്ലേ ചെയ്യുക, അതും കളയരുത്. ഓറഞ്ചിൻ്റെ സീഡാണെന്നുണ്ടെങ്കിൽ, അതായത് ഓറഞ്ചിൻ്റെ കുരു, അത് നമ്മൾ എടുത്തിട്ട് മാറ്റി വയ്ക്കുക. അതും ഇതുപോലെ തന്നെ നമ്മൾ ഉണക്കിയിട്ട് അത് പൊടിച്ച് വയ്ക്കുക. കുറച്ച് ടിന്നിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് ഒത്തിരിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ ഉണക്കി വയ്ക്കുക. അത് പൊടിച്ചിട്ട് നമ്മൾ കുറച്ച് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പിമ്പിൾസ് വരില്ലേ അതിൻ്റെ പാടുകളിൽ വെറുതെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പിമ്പിൾസ് വന്നത് ആ പടി തന്നെ പോവുകയും ചെയ്യും. നന്നായിട്ട് പാടുകൾ റിമൂവ് ആകാനായിട്ട് സഹായിക്കും. കുറച്ച് കൂടുതൽ നമുക്ക് പൗഡർ കിട്ടുന്ന സമയത്ത് നമ്മളതൊരു ഫേസ് പാക്കായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. മുൾട്ടാണി മിട്ടിയുടെ കൂടെ ഇട്ടും അല്ലെങ്കിൽ കടലമാവിൻ്റെ കൂടെ ഇട്ടിട്ടും നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂക്കുരു ഉണ്ടാവാതിരിക്കാനായിട്ടും ഇത് സഹായിക്കും. അതുപോലെ തന്നെ പാടുകൾ മാറാനായിട്ടും സഹായിക്കും. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആവുന്ന കരുതന ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടും അതുപോലെ തന്നെ നമ്മളുടെ ഓറഞ്ചിൻ്റെ കുരു കൊണ്ടുള്ള ഉപകാരം മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ആഗ്നെ ഉള്ളവർ, അതുപോലെ ഇങ്ങനെ പിമ്പിൾസിൻ്റെ നിറയെ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുമ്പോൾ പതറിയായിരിക്കും കേൾക്കണേ അല്ലേ? നമ്മളുടെ ഓറഞ്ചിൻ്റെ പൗഡറിനെ കുറിച്ച് മനസ്സിലായില്ലേ? ഇപ്പോൾ ഓറഞ്ച് പീൽ പൗഡറാണ്, സ്കിന്നിന് വളരെയധികം എഫക്റ്റീവായുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യാന്നുള്ളത് കണ്ടിട്ട് വരാം. ഇത് ജെൻസിന് ഉപയോഗിക്കാം, ലേഡീസിന് ഉപയോഗിക്കാം, കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം, കുട്ടികൾക്ക് ഉപയോഗിക്കാം. പിന്നെ സ്കിൻ കളർ, അപ്പോൾ നമ്മൾ ചില മുട്ടിൻ്റെയൊക്കെ ഈ ഭാഗത്ത് കറുത്ത കളർ ഉണ്ടാവും, ചിലർക്ക് നല്ല കറുപ്പുണ്ടാവും. പിന്നെ കഴുത്തിലെ കറുപ്പിന് ഉപയോഗിക്കാം, നമ്മുടെ അണ്ടർ ആംസിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ചുണ്ടിന് ചുറ്റും കറുപ്പെന്ന് പറയണില്ലേ, അവർക്ക് ഉപയോഗിക്കാം. കണ്ണിന് താഴെ കറുപ്പുള്ളവർക്ക്, ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം. നമ്മളുടെ ഈ ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓയിലി സ്കിന്നിന് വളരെ യൂസ്ഫുള്ളായ ഒന്നാണ്. അതുപോലെ തന്നെ നോർമൽ സ്കിന്നിനും വളരെ എഫക്റ്റീവായ റിസൾട്ട് തരും. പിന്നെ നമുക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കോ ചെറിയ പ്രായമുള്ളവർക്കോ യൂസ് ചെയ്യാം, ജെൻസിനും ലേഡീസിനും യൂസ് ചെയ്യാം. പിന്നെന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും യൂസ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ മറ്റൊരു സ്കിന്നാണ് നമ്മളുടെ സെൻസിറ്റീവ് സ്കിന്ന്. ഏത് തരം എന്താ പറയുക, അറ്റ്ലീസ്റ്റ് നമ്മൾ ഹണി പോലും അലർജി ഉണ്ടാക്കുന്ന സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിന്ന്. അവരുടെ കാര്യം ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പാച്ച് ടെസ്റ്റ് മസ്റ്റേഡ് ചെയ്യുക. എല്ലാ സ്കിന്നിലും പാച്ച് ടെസ്റ്റ് നമ്മൾ ചെയ്യണം. കാരണം നമുക്ക് പെട്ടെന്ന് ഏതാണ് നമുക്ക് അലർജി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ സിട്രസ് ഫ്രൂട്ടൊന്നും പറ്റുണ്ടാവില്ല. അതുപോലെ ചില ആൾക്കാർക്ക് ഒട്ടും ഈ ഫ്രൂട്ട് നമുക്ക് പറ്റില്ല, ഓറഞ്ച് നാരങ്ങ പോലുള്ളവ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നേരെ ഈ ഫ്രൂട്ടിന് പകരമായിട്ട് പപ്പായ ഇല്ല, നമ്മുടെ പഴുത്ത പപ്പായ അതെടുക്കുക, അതായിരിക്കണം ഇതിന് പകരമായിട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന വീഡിയോ ഫുള്ള് കാണുക, വീഡിയോ ഫുള്ള് പറയണ കേൾക്കുക. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയാൻ കാരണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ കുറച്ച് പേര് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങളും കെയറിങ്ങും ഒക്കെ മിസ്സാവും. അപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ മുഴുവൻ കാണുക. അപ്പോൾ യാതൊരു സംശയം ഉണ്ടാവില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്. പിന്നെ കുറച്ച് പേര്, 1-2 പേര്, ഒരാൾ തന്നെ എന്നോട് പറഞ്ഞത് ടെറസ് ക്ലീൻ ആക്കണ കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ അതിൽ തന്നെ ആൻസർ പറയുണ്ടായി. ടെറസ് ക്ലീൻ ആക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മഴക്കാലത്താണെങ്കിൽ ഇത് ഫുള്ള് അടിച്ച് ക്ലീൻ ചെയ്യും. ഇപ്പോൾ ചൂട് കാലമായത് നമ്മൾ താഴോട്ട് നല്ലോണം ചൂടിറങ്ങുന്നതുകൊണ്ട് ഇത് താഴേന്ന് വാരിക്കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് കൊട്ടയിൽ ചുമന്ന് ടെറസിൻ്റെ മുകളിൽ കൊണ്ടിട്ടിരിക്കുന്ന കരിയിലയാണ്. നമ്മുടെ ഈ ഇവിടെ ചെടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉള്ളത് കൊന്ന മരത്തിൻ്റെ ചെടികൾ മാത്രമേ ഉള്ളൂ. ഇത് കിടക്കണമെന്ന് വെച്ചാൽ ഈ തേക്കിൻ്റെ ഒക്കെ ഇല താഴേന്ന് വാരിക്കൊണ്ട് വന്നിട്ടിരിക്കുന്നതാണ്. അതുപോലെ ഷീറ്റ്, ഓട്, നമ്മളുടെ തെങ്ങോല, പിന്നെ ചകിരിച്ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചകിരിച്ചോറൊക്കെ ഒരു ചാക്കിനകത്ത് മിക്സ് ചെയ്ത് അങ്ങനെ അടുക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഇവിടേക്ക്. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളെ ചൂട് താഴത്തോട്ടുള്ള ഇറങ്ങുന്ന ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. അതുപോലെ തന്നെ നമ്മൾ ഹോളിലൊക്കെ ഫാൻ ഇട്ടാലും ചൂടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ക്ലീൻ ആക്കാത്ത. മഴക്കാലം വരുമ്പോൾ ഒക്കെ ക്ലീൻ ആക്കും കേട്ടോ. അപ്പം ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമുക്ക് നമ്മളുടെ ഫേഷ്യലേക്ക് കിടക്കാം.
ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡറാണ്. 2 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫേസിനും കഴുത്തിനും മാത്രമായിട്ടാണ് ഈ അളവ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നല്ല പച്ചരി ഇല്ലേ, നമ്മളുടെ നാടൻ പച്ചരി, അതുപോലെ തന്നെ ഒരു 5 സ്പൂൺ പച്ചരിയും ഒരു 3 സ്പൂൺ ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടതാണ്. അതിന് ശേഷം നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ അരച്ചെടുക്കുക. അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ എടുക്കുക, അല്ല ഉഴുന്ന് മാത്രമായിട്ട് അരച്ചെടുത്തതോ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഫ്രഷ് ഓറഞ്ചിൻ്റെ നീര് വേണം. അതുപോലെ നമുക്ക് വേണ്ടത് ക്ലെൻസിങ്ങിനും അതുപോലെ ഇതിൽ ചേർക്കാനായിട്ടും കുറച്ച് പാൽ ആവശ്യമുണ്ട്. പാലെടുക്കുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമ്മളുടെ ഓറഞ്ച് പീൽ പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മളുടെ ഉഴുന്നും പച്ചരിയും കൂടെ അരച്ച് നന്നായിട്ട് പേസ്റ്റാക്കിയ മിശ്രിതം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 4 സ്പൂണ് 5 സ്പൂണോളം നമുക്കത് ചേർത്ത് കൊടുക്കാം. ബാലൻസ് ഉള്ള നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഇടാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഭയങ്കര എക്സ്ട്രാ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇതിലേക്ക് ഹണി കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഫൈനലി നമ്മളിതിലേക്ക് ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയുക, നമുക്ക് നല്ല ഒരു എക്സ്ട്രാ ഫ്രഷ്നെസ് കൂടെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളുടെ എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. കൂടുതൽ വെള്ളം ആവരുത്, എന്നാൽ ഈ ഒരു കുഴമ്പ് പരുവത്തിൽ വേണം നമുക്ക് ഇട്ടാനായിട്ട്. നമ്മളുടെ ഫേസ് പാക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് കണ്ടിട്ട് വരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്കാണ്. അപ്പം നമുക്ക് കുറച്ച് പാലെടുക്കാം. ജെൻസിനും ലേഡീസിനും ഒരുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജെൻസിന്, ലേഡീസിന്, അതുപോലെ തന്നെ നമ്മുടെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളൊരു 5 മിനിറ്റ് ഡ്രൈ ആവാനായിട്ട് വയ്ക്കുക. ഡ്രൈ ആയതിന് ശേഷം 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് പിടിച്ചു വരും. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ആ ഷുഗർ എടുക്കുക. ബ്രൗൺ ഷുഗറാണ് നല്ലത്. എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ തീർന്നു പോയി. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അതിപ്പോൾ ഇല്ലയെന്ന്, അവൈലബിൾ അല്ലെന്ന് പറയണു. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഷുഗർ തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് ബ്രൗൺ ഷുഗർ ഇല്ലാച്ചാൽ നമുക്ക് നോർമൽ നമ്മളുടെ ഈ ഷുഗർ ഉണ്ട്, വൈറ്റ് ഷുഗർ, അത് എടുക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മളുടെ ഒരു ഓറഞ്ചിൻ്റെ 2 കഷ്ണം ഇതുപോലെ എടുക്കുക. രണ്ട് പീസ് എടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഈ ഷുഗറിനകത്ത് മുക്കി കൊടുക്കുക. അതിനുശേഷം ഇതാണ് നമ്മളുടെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് പോയി നല്ലോണം സ്കിന്ന് ബ്രൈറ്റ് ആവാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ ചുണ്ടിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഓറഞ്ച് ഇല്ലെന്നുണ്ടെങ്കിൽ പപ്പായ ഇല്ലേ, നമ്മൾ പപ്പായ അതുപോലെ തന്നെ എടുത്തിങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ മാങ്ങ, പപ്പായ ഇല്ലെന്നുണ്ടെങ്കിൽ മാങ്ങാപ്പഴമാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. നല്ല പഴുത്ത മാങ്ങാപ്പഴം എടുത്തിട്ട് ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. മാങ്ങാപ്പഴത്തിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒഴിച്ചിട്ട് ഷുഗറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്തിരിക്കുകയാണ്. ഇതിന് ശേഷം നമുക്കൊന്ന് സ്റ്റീം കൊടുക്കാം. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെറും നാരങ്ങ നീരോ ആപ്പിൾ സൈഡറോ വിനിഗറോ ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അതെടുത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്താൽ മതി. ഇപ്പോൾ അത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേരക്കയുടെ ഇലയില്ലേ, പേരയില എടുത്തിട്ട് അതിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റീം കൊള്ളുക. അല്ലെന്നുണ്ടെങ്കിൽ തുളസിയിലിട്ട് സ്റ്റീം കൊള്ളുക. അതിന് ശേഷം നമ്മളെ പോർസൊക്കെ ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഈ ഓറഞ്ച് പീൽ പൗഡറിന് വളരെ നല്ല സ്മൂത്തായൊരു സ്മെല്ലാണ്. നമുക്ക് ജെൻസിനോ ലേഡീസിനോ ആരായിട്ട് കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. ഈ ഓറഞ്ച് പീൽ പൗഡറിന് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. നമുക്ക് റൂം ഫ്രഷ്നറിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഷൂ റാക്കിലൊക്കെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും. അതിലൊക്കെ നമ്മളിത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഫ്രഷായിട്ട് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും. അതോടൊപ്പം തന്നെ നമുക്കിത് ഹെയർ പാക്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല നിരവധി ഉപയോഗങ്ങൾ നമ്മൾ ഇതുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞ പല്ലുകളാണെങ്കിൽ അതൊക്കെ നമുക്കിത് വെച്ച് ബ്രഷ് ചെയ്യാവുന്നതാണ്. അത് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ 20 മുതൽ 25 മിനിറ്റ് ഏകദേശം ആകുമ്പോഴത്തേക്കും ഒന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അതിനുശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസിങ് ക്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിക്കാനൊന്നും പോകണ്ട. അലോവേര, ഫ്രഷ് അലോവേര നമ്മൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പതഞ്ജലിയുടെ വോവിൻ്റെ ഒക്കെ ഉണ്ട്. അതിലേതെങ്കിലും നമ്മൾ യൂസ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഫ്രഷ് ആകും. ഞാൻ വെറുതെ പറയുകയല്ല, യൂസ് ചെയ്തിട്ട് റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിപ്പോവും. എന്തായാലും റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ നമ്മൾ ഓയിലി സ്കിൻ കെയറിനെ കുറിച്ചാണ് വീഡിയോ ഉണ്ടാവുക. അപ്പോൾ അവരുടെ ഒത്തിരി എന്താ പറയുക, വളരെ സങ്കടപ്പെട്ട് കുറേ മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓയിലി സ്കിൻ കെയർ മാത്രമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഫുൾ റൂട്ടീനായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണണം. വൈകിട്ടായിരിക്കും വീഡിയോ ഉണ്ടാവുക. അതിന് മുമ്പായിട്ട് ഞാൻ നമ്മളെ കമ്മ്യൂണിറ്റി ടാബിലോ വാട്സപ്പിലോ അനൗൺസ് ചെയ്യാം ഏത് ടൈമിലാണ് ഇടുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഓയിലി സ്കിൻ കെയർ അത് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ വഴിയോ, അതും അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ നമ്മുടെ മെസ്സേജ് വഴിയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം സമയം അനുസരിച്ച് ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ആ വഴി യൂസ് ചെയ്തോളൂ കേട്ടോ. ഇതൊരു സ്പെഷ്യൽ വിഷാണ് കേട്ടോ. നമ്മുടെ ചാനൽ ഗിവ് അവേ വിന്നറായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് റെഗുലറായിട്ട് കമൻറ്റ് ഇടുന്ന ഒരാളാണ് സുസ്മി ലിനേഷ്. അപ്പോൾ സുസ്മി ലിനേഷിനും ഹസ്ബൻഡിനും 1000 ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക്